ആയ ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. 2 ഗ്യാരണ്ടികൾ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, മറ്റൊന്ന് വയോജനങ്ങൾക്ക് വകുപ്പ്. ഈ 2 പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. എന്തായാലും സ്ത്രീകളേറെ കാത്തിരുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഉറപ്പാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതേസമയം KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി പുരുഷ സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുപ്പ് കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. ചൈൽഡ്, ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളിലായിരുന്നു കണക്കെടുപ്പ് നടത്തിയത്. ദിവസേന യാത്ര ചെയ്യുന്ന വനിതകളുടെ ശരാശരി എണ്ണം മനസ്സിലാക്കാനും KSRTCക്ക് എത്ര രൂപയുടെ സഹായം സർക്കാർ അനുവദിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കാനാണ് ഈ കണക്കെടുപ്പ് നടത്തിയത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന ഗ്യാരണ്ടി പാലിക്കാൻ KSRTCക്ക് സർക്കാർ നൽകേണ്ടി വരിക ഏകദേശം 90 കോടി രൂപയാണ്. ഓർഡിനറി, ഫാസ്റ്റ് ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര ചുരുക്കിയാലും 60 കോടി രൂപ കണ്ടെത്തേണ്ടി വരും. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാനായി ഖജനാവിൽ നിന്ന് 50 കോടി രൂപ മാസം തോറും അനുവദിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനിടയിൽ KSRTCയിൽ സൗജന്യ യാത്രയെന്ന രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടി കൂടി നടപ്പിലാക്കിയാൽ പുതിയ സർക്കാരിന് മുന്നിൽ വലിയ ബാധ്യതയാകുമെന്നും പല രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം ഇന്ന് 10 മണിയോടെയാണ് ടീം VDS സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. UDF മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് ഓഫീസുകളായി. UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി തന്നെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരുടെ ഔദ്യോഗിക ഓഫീസുകളുടെ ക്രമീകരണം പൂർത്തിയായിരുന്നു. മുഖ്യമന്ത്രിയുടെയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസുകൾ ഒരേ നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നോർത്ത് ബ്ലോക്കിന്റെ 3ാം നിലയിലായിരിക്കും ഇരുവരും പ്രവർത്തിക്കുക. അതേസമയം പുതിയ മന്ത്രിസഭയിലെ ശക്തനായ രണ്ടാമനും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് നോർത്ത് ബ്ലോക്കിന്റെ 2ാം നിലയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ പഴയ ഓഫീസിലേക്ക് തന്നെയാണ് ഇത്തവണയും ചെന്നിത്തല തിരിച്ചെത്തുന്നത്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ എന്നിവർ മുമ്പ് മന്ത്രിമാരായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഓഫീസുകൾ തന്നെ ഇത്തവണയും തെരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർ രാജ്ഭവനിലെ സൽക്കാരം കഴിഞ്ഞ ശേഷം സെക്രട്ടേറിയറ്റിലെത്തി. ഓഫീസിലെത്തിയ മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ക്യാബിനറ്റ് യോഗം നടത്തി. സുപ്രധാന പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കെയാണ് UDFനെ പിന്തുണച്ചവർ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ, T സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് യഥാക്രമം സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർ ഗവർണറുടെ ചായ സൽക്കാരത്തിലും പങ്കെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. പിന്നാലെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തുകയായിരുന്നു.